ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തേത് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു കിച്ചൺ വർക്കിൻ്റെ വീഡിയോ ആണ്. ഏറ്റവും മിനിമം ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന ഡ്രോയേഴ്സും ബാസ്ക്കറ്റ്സും ഒക്കെ മാത്രം ഉൾക്കൊള്ളിച്ച് ചെയ്തിട്ടുള്ളൊരു ചെറിയ കിച്ചൺ വർക്ക്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറെഡി ഉണ്ടായിരുന്ന കിച്ചണാണ്, അതുകൊണ്ട് മുന്നേ ഉണ്ടായിരുന്ന സ്ലാബ് നിലനിർത്തിക്കൊണ്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. വർക്കിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് WPC ഷീറ്റാണ്. സ്ലാബിനടിയിൽ, അതായത് കൗണ്ടർ ടോപ്പിനടിയിൽ തേക്കിൻ്റെ ഫ്രെയിം കൊടുത്തിട്ട് ഷീറ്റ് ഉപയോഗിച്ച് ഡോർ വർക്ക് ചെയ്യുകയാണ് ചെയ്തത്. അല്ലാത്ത ഇടങ്ങളിൽ പൂർണ്ണമായിട്ടും WPC ഷീറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള വിഷ്വൽസാണ് കേട്ടോ. അത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് പോർഷനായിട്ട് എടുത്തത്. കണ്ടില്ലേ, 2 ബാസ്ക്കറ്റ് മാത്രമാണ് ഉപയോഗിച്ചത്. 2 ബാസ്ക്കറ്റ്സും ഒരു പുൾ ഔട്ടും, ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റും ഒരു പ്ലെയിൻ ബാസ്ക്കറ്റും, പിന്നെ ഒരു ബോട്ടിൽ ട്രേ, അങ്ങനെ 3 ബാസ്ക്കറ്റ്സ് മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഈ മെറ്റീരിയൽ കൊണ്ട് തന്നെ ഡ്രോയേഴ്സ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടില്ലേ, ഒരു നോർമൽ രീതിക്കുള്ളൊരു ബോട്ടിൽ ട്രേ ആണ്, ബോട്ടിൽ ബാസ്ക്കറ്റാണ് കൊടുത്തിട്ടുള്ളത്. WPC ഷീറ്റിൽ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ വാങ്ങി വർക്ക് ചെയ്യാം എന്നതൊരു സമയം ലാഭിക്കുന്നൊരു ഘടകമായിട്ട് പറയാം. എല്ലാവർക്കും ഇപ്പോൾ സമയമാണല്ലോ കുറവ് ചിലവഴിക്കാനായിട്ട്. ഇത്തരം ഏത് വർക്ക് തന്നെയാണെങ്കിലും ചിലവഴിക്കാനായിട്ട് സമയമാണ് കുറവ്. അപ്പോൾ ഒരു സമയലാഭം കിട്ടുന്നൊരു മെറ്റീരിയലാണെന്ന് പറയാം. 3 ലെയർ WPC ഷീറ്റിനൊക്കെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ് എന്നുള്ള അവകാശവാദങ്ങൾ എല്ലാ കമ്പനികളും പറയുന്നുണ്ട്. അനുഭവത്തിൽ റിസൾട്ട് തീരെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ ജോയിൻസിലൊക്കെ ഫ്ലെക്സ് ക്വിക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒട്ടിയിരിക്കും എന്നല്ലാതെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലുണ്ട് എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഷീറ്റിൽ അടിച്ചിട്ടുള്ളത് PU കോട്ടാണ്. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒരു അത്യാവശ്യം തെറ്റില്ലാതെ വീട്ടുകാരൻ തന്നെ സെലക്ട് ചെയ്ത കളറാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും മുഷിച്ചില്ലാത്തൊരു കളർ വേണമെന്നുള്ളൊരു ആഗ്രഹത്തിന് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. എത്രത്തോളം ലൈഫ് ഉണ്ടെന്നൊന്നും അറിയില്ല. അത് കുറച്ചാൾ കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻറ്റിൻ്റെ ആ മങ്ങലോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അന്നേരം നോക്കിയിട്ട് ആ സമയം ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. എന്തായാലും ഒരു കാര്യം സ്പഷ്ടമായിട്ട് പറയാം, മരത്തിന് പകരക്കാരൻ, മരത്തേക്കാൾ മികച്ചത് എന്നൊക്കെ തള്ളിമറിക്കുന്ന അവകാശവാദങ്ങളുമായിട്ട് വിപണിയിൽ കാണുന്ന ഇത്തരം വസ്തുക്കൾ ഒന്നും തന്നെ വുഡ് എന്ന മെറ്റീരിയലുമായിട്ട് താരതമ്യത്തിന് പോലും യോഗ്യമല്ലാത്ത വസ്തുക്കളാണെന്നുള്ളതാണ് നമ്മുടെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്തുകൊള്ളുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.